ഹായ് എല്ലാവർക്കും നമസ്കാരം. മാമി സാമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. കണ്ടാൽ നമുക്ക് ഉന്നക്കായ ആയി തോന്നുമെങ്കിലും സംഗതി ഇതല്ല. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എന്താ പറയുക, തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു റെസിപ്പിയാണ്. ഞാൻ എന്താ പഴം കുറേ ഉള്ളപ്പം ഇങ്ങനെ കറുത്ത് അധികം വെച്ചാൽ തന്നെ കറുത്ത് വരുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു ഇത് ആക്കിയതാണ്. അപ്പോൾ അതാ പഴം പുഴുങ്ങാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അണ്ടിയും കിസ്മിസും അതൊന്നും ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതേ നെയ്യ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം അണ്ടിയും കിസ്മിസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ പറയുക, അധികം ചുമന്ന് വരുമൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ആ നെയ്യിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിൽ 2 സ്പൂണ് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പം ഞാനിതാ അതൊക്കെ ഇട്ടിട്ട് അണ്ടി കിസ്മിസൊക്കെ അതിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ താൻ പഴം പുഴുങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ ഇനി അധികം ഉടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും നന്നായിട്ട് ഉടച്ച് അതിന് ശേഷം നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിത് പഴുത്തതായതുകൊണ്ട് തന്നെ ഒരിത്തിരി ലൂസ് പരുവമായിരിക്കും. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ കയ്യിൽ കുറച്ചൊരു എണ്ണ തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതാ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക. ഞാനിതാ ഉന്നക്കായുടെ ഷേപ്പിലാണ് ആക്കിയത്. അതുകൊണ്ടാണ് ആ തമ്മിൽ കണ്ടത്. സംഭവം ഉന്നക്കായുടെ ഷേപ്പാണെങ്കിലും ഉന്നക്കായ അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഞാനിതാ ഓരോന്ന് അതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ആക്കി വെച്ചതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ മാത്രം കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളത്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ജസ്റ്റ് കണ്ടിട്ടൊന്നും ഫീഡ്ബാക്ക് അറിയിക്കരുതേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നോക്കി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.